Hi all, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഫേമസ് സ്ട്രീറ്റ് ഫുഡ് ആണ് കേട്ടോ, പാനിപൂരി. സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവരും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൂരിക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് കുഴച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം തന്നെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൊടികളും ഓയിലൊക്കെ നല്ലപോലെ മിക്സ് ആയിക്കോട്ടെ. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് കുഴക്കാൻ വേണ്ടി നിൽക്കേണ്ട. റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കയ്യിൽ കുറച്ചായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കൂടിപ്പോവില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏതാണ്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണേ, എങ്കിലേ നമുക്ക് നല്ല പൂരിയായിട്ട് നല്ല പെർഫെക്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ വേണേ. ഇനി നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് നനച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മാവ് ഡ്രൈ ആയി പോവില്ല. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണേ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അരമണിക്കൂറിന് ശേഷം മാത്രമേ നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാനിപൂരിക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അടുത്ത നമുക്ക് 1 കപ്പ് അളവിൽ നമ്മൾ കറി വെക്കുന്ന കടല ഉണ്ടല്ലോ, ആ ഒരു ബ്രൗൺ കളർ, ഈ കടല കുറച്ച് വെള്ളം ഒരു 1-2 നുള്ളി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അടുത്ത നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക, ക്യൂമിൻ പൗഡറാണ്. അടുത്തത് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. അടുത്തത് നമുക്ക് സെയിം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചാറ്റ് മസാല നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമുക്ക് ഒറിജിനൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ചേർക്കണം. അടുത്തത് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ബ്ലാക്ക് സോൾട്ടാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ചേർക്കുന്നത് 1/4 ടീസ്പൂണിൽ കുറവായിട്ടാണ്. ഒരു 3-4 നുള്ളു അത്രയേ ചേർക്കുള്ളൂ, ഒരുപാട് ആവാൻ പാടില്ല. അപ്പോൾ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോൾ. അപ്പോൾ 1/4 ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബ്ലാക്ക് സോൾട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു പാനിപൂരിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത് ചാറ്റ് മസാലയും ബ്ലാക്ക് സോൾട്ടാണ് കേട്ടോ. അപ്പോൾ നിർബന്ധമാണ് അത്. പക്ഷേ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കുള്ള ബ്ലാക്ക് സോൾട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൊടികളൊക്കെ നോക്കുക കേട്ടോ, ഏതൊക്കെ കുറവ് നിങ്ങൾക്ക് തോന്നുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പ് ഇതിൽ ചേർക്കുന്നില്ല, കാരണം ബ്ലാക്ക് സോൾട്ടിൽ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും കടലൊക്കെ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അഥവാ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അടുത്ത നമുക്ക് ഈ പാനിപ്പൂരിയിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ചട്നി റെഡിയാക്കി എടുക്കാം. ഒരു കറുപ്പ് കളറ്, നമ്മൾ എരിവും പുളിയും മധുരം ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാനിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു കുറച്ചൊരു വലുപ്പമുള്ള സൈസ് പുളി ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെറും നീര് മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പുളിവെള്ളം ഞാൻ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, അതെന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ ഒരു പുളിവെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പാണ് ഉണ്ടാവുക. അടുത്തത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6-7 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ വെള്ളം ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു വലിയ സൈസ് ഒരാണി വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വെള്ളം എന്ന് പറയുന്നത് ശർക്കരയാണ്, നമ്മുടെ ഭാഷയിൽ വെള്ളം എന്നാണ് പറയാറുള്ളത്. അത് എന്നിട്ട് അരിച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ മെൽറ്റ് ചെയ്ത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അടുത്ത ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ അധികമായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ക്യൂമിൻ പൗഡറാണ്.
ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കുക കേട്ടോ എന്തൊക്കെ ഇതിൽ കുറവുണ്ട്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മുളക് പൊടിയോ ഉപ്പോ പുളിയോ എന്താ കുറവുള്ള അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏതാണ്ട് ഒരു 5 മിനിറ്റ് മാത്രം മതി. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈത്തപ്പഴമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നമുക്കിതൊന്ന് മിക്സിയിലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ പുളി ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രീൻ കളർ പാനി ഉണ്ടല്ലോ, അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ അളവ് തന്നെ ഒരു കൈപ്പിടി പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതുപോലൊരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി, ഒരുപാടാവേണ്ടേ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, അത് എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് നന്നായിട്ട് അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ പാനി റെഡി ആയതിനു ശേഷം ഈ ഒരു ബൗളിലേക്ക് ഞാൻ അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തിട്ട് തന്നെ ഒഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു ഇഞ്ചിയുടെ ഇലകളുടെ ഒക്കെ ഒരു ചവർപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഒഴിക്കുക. ഇനി അടുത്ത നമുക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു പുളിച്ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പുളിനീര് ബാക്കി വെക്കണമെന്ന്. അതിപ്പോൾ ഏതാണ്ട് ഇതുപോലൊരു ചെറിയ ഗ്ലാസ് അളവിലുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ സീഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ ചേർത്ത പോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതിയായിട്ട് ബ്ലാക്ക് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക. അടുത്തത് 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഈ 2 പൊടിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയൊരു പീസ് ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അടുത്ത നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാനി ലൂസായിട്ടല്ലേ ഉണ്ടാകുക, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഉപ്പ് പുളി എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ കളർ പാനി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചിലവർ ബൂന്തി ഇല്ലേ, നമുക്ക് ബൂന്തി എല്ലാവർക്കും ആക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ബൂന്തി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൂന്തി ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അടുത്ത നമ്മുടെ മാവ് ഏതാണ്ട് ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ വിരലുകൊണ്ട് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. നമ്മൾ എത്രത്തോളം മാവ് നല്ലപോലെ കുഴച്ചെടുക്കുന്ന അത്രയും ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൂരി കിട്ടും. എന്നിട്ട് നമുക്കിതുപോലെ ആ ഒരു മാവിനെ 2 ആക്കിയിട്ട് തിരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പരത്തിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നമുക്കിതെങ്ങനെ പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്കിതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് പരത്തിയെടുക്കുക. നല്ല നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഓവർ കട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊരി നന്നായിട്ട് പൊങ്ങി കിട്ടില്ല. ഇതായിപ്പോൾ ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എത്ര ഉണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, നല്ല കട്ടിയിൽ നല്ല നേരിയതായിട്ട് തന്നെ ഉള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഒരു മൂടിയോ എന്തെങ്കിലും ഒരു കട്ടർ, കുക്കി കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇത് ഓരോ റൗണ്ടായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ കണ്ടില്ല, നെസ്കഫേൻ്റെ ഒരു ചെറിയ ബോട്ടിലിൻ്റെ മൂടി ഉണ്ടല്ലോ, അതാകുമ്പോൾ ഒത്തിരി വലുപ്പമില്ലല്ലോ, ചെറുതല്ലേ. നമുക്ക് ശരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, പാനിപൂരി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വായിക്കിട്ട് കഴിക്കണമല്ലോ, അതിൻ്റെ വലുപ്പത്തിന് പൂരി പൊതുവേ ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വലുപ്പം ഉണ്ടായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു പാകമുള്ള പൂരിയുടെ വലുപ്പം അല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കഴിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുക്കട്ടെ.
ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാകുമ്പോൾ നമുക്ക് ഒരു വായിക്കിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു സൈസ് തന്നെയല്ലേ നമുക്ക് പാനിപ്പൂരി കിട്ടാറുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പ്രത്യേകം വിട്ടുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനിപ്പൂരി എന്ന് പറയുന്ന ഐറ്റം ഒരു സ്ഥലത്തുള്ളത് പോലെ ആയിരിക്കണമല്ല വേറൊരു സ്ഥലത്തുണ്ടാകുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒരേ രീതിക്കല്ല ഉണ്ടാകുക. അപ്പോൾ ഞാൻ പ്രത്യേകം ഇത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കഴിച്ചിട്ടുള്ളത് ഈ ഒരു പാനിപ്പൂരി അല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് അടിപൊളിയാണ്. ഞാൻ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ മുഴുവനായിട്ട് പരത്തിയിട്ട് ഒന്നിച്ച് ചുടുന്നതാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മൾ പൂരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പാനിൽ ഞാനൊരു കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഓരോ പൂരിയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പൂരി ഇട്ട് കൊടുത്തതിന് പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ട് മുകളിലേക്ക് വരും കേട്ടോ. ആ ഒരു സമയത്ത് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പൂരി പൊങ്ങിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണേ മീഡിയത്തിൽ നിന്ന്. എന്നിട്ട് വേണം തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ കളറൊക്കെ മാറി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ ഇട്ട് ഉടനെ തന്നെ എടുക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ പൂരി നന്നായിട്ട് ക്രിസ്പിയായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പൂരി ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പൂരി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ പൂരിയും മുഴുവനും റെഡിയായി ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ടും ക്രിസ്പിനെസ്സും കാണിച്ചു തരാം കേട്ടോ. കയ്യിലെടുത്തിട്ട് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട്. കണ്ടില്ലേ ഇത്രയും ക്രിസ്പി ആയിട്ട് നുറുങ്ങി വരണം കേട്ടോ. എങ്കിലേ പെർഫെക്റ്റ് പാനിപ്പൂരി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. പൊതുവേ അറിയാമല്ലോ നിങ്ങൾക്ക്. ഓരോന്നായിട്ട് ഇതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ക്രിസ്പി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിക്കിട്ടും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടണ്ടേ. എന്നിട്ട് നമ്മുടെ കറുപ്പ് ഈ ഒരു പുളിച്ചട്നി ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചട്നി കഴിക്കാനായിട്ട് തനിയെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പാനിയിലേക്ക് മുക്കിയെടുക്കുക. വായിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും പല രീതിക്കായിരിക്കും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് കഴിക്കാത്തവർ ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ചട്നിയിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൂന്തി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നിർബന്ധമൊന്നുമില്ല. എല്ലാ ഷോപ്പിൽ നിന്നൊന്നും ബൂന്തി ഇട്ടിട്ടൊന്നുമില്ല നമുക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ നിർബന്ധമായിട്ട് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒറിജിനൽ റെസിപ്പിയാണ് കേട്ടോ. സെയിം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ 100% നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഞാൻ പറഞ്ഞ അതേ രീതിക്ക് തന്നെ തയ്യാറാക്കണമെന്നേ ഉള്ളൂ. പാനിപ്പൂരി എന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ട്രീറ്റ് ഫുഡല്ലേ. പക്ഷേ ചില സ്ഥലത്തൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനേ തോന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ധൈര്യത്തിൽ ചെയ്യാം കേട്ടോ. ആരും ഒന്നും പേടിക്കുക ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഫോട്ടോ അയക്കുന്നവരൊക്കെ അങ്ങനെ ഫോട്ടോ അയച്ചു തരിക. അല്ലെങ്കിൽ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്